മനാഫ്കയ്ക്ക് ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇല്ല, അതൊക്കെ അവിടെ അതിന്റെ പ്രൊസീജിയർ അവര് വേണ്ട രീതിയിൽ ഇപ്പൊ ഇവിടുത്തെ മന്ത്രിമാരാണെങ്കിൽ ഇടപെടുന്നുണ്ട്, അവിടുത്തെ അവരും ഇടപെട്ടിട്ട് വേണ്ട രീതിയിൽ ചെയ്തു തരും. നമുക്കിനി യാതൊരുവിധ ഒന്നുമില്ല, വേണ്ട കാര്യങ്ങളൊക്കെ അവരിപ്പോ വേണ്ട രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈശ്വർ മാൽപേ സാറും അതേമാതിരി കുറെ പേര് ഇങ്ങനത്തെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സതീശൈൽ സാറാണ് ഈശ്വർ മാൽപേനെ അവിടേക്ക് കൊണ്ടുവന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആവശ്യഘട്ടങ്ങളിൽ അവരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രഡ്ജിങ് കൊണ്ടുവന്നപ്പം നമ്മുടെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു കണ്ടുപിടുത്തം അതിനൊരു ചെറിയൊരു ഇതുപോലെയാണ്. അതുകൊണ്ടായിരിക്കും ജില്ലാ ഭരണകൂടം താൽക്കാലികമായിട്ട് ആക്കിയത്, അല്ലാതെ ഈശ്വർ മാൽപേനെ തഴഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ആയിട്ടല്ല. ജിതിൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജിതേട്ടനാണ് മുന്നിൽ എല്ലാ കാര്യത്തിലും നിന്നത്. മനാഫ്ക വേറൊരു തരത്തിലേക്ക് അവിടേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ പക്ഷെ ഞങ്ങൾ കുടുംബത്തിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഓരോ ഘട്ടങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ആരൊക്കെ പോയി കണ്ടെന്നുള്ളത്. ജിതിൻ വേറെ രീതിയിലും മനാഫ്ക വേറെ രീതിയിലും ഞങ്ങളെ ലക്ഷ്യം ഒന്നാണ്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല ഈ ഒരു ഡ്രഡ്ജിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ എത്തിച്ചത് വരെ നമ്മൾ അത്രയും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട്, അത് ഡ്രഡ്ജർ എത്തിച്ച ആളുകൾക്കറിയാം നമ്മൾ എടുത്ത എഫേർട്ട് എത്രയാണെന്നുള്ളത്. നമ്മൾ അത്രയും ഓരോ ആളുകളെ പോയി കണ്ട് നമ്മുടെ കൂടെ നിന്ന് ആ രാഘവേട്ടൻ, നമ്മുടെ സതീശൈൽ സാറ്, ഇങ്ങനത്തെ ആളുകളാണ് ഇത് നമ്മുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ അവർക്കെതിരെ നിന്നാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഡ്രഡ്ജർ എന്ന് പറഞ്ഞ സംവിധാനം എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു. ഇല്ല, അതൊക്കെ അതിന്റെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പരാതികൾ ഒക്കെ ഫാമിലിന്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ കുടുംബവും മനാഫും ഒക്കെ പലതവണ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണം മനാഫ്കയ്ക്ക് ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇല്ല, അതൊക്കെ അവിടെ അതിന്റെ പ്രൊസീജിയർ അവര് വേണ്ട രീതിയിൽ ഇപ്പൊ ഇവിടുത്തെ മന്ത്രിമാരാണെങ്കിൽ ഇടപെടുന്നുണ്ട്, അവിടുത്തെ അവരും ഇടപെട്ടിട്ട് വേണ്ട രീതിയിൽ ചെയ്തു തരും. നമുക്കിനി യാതൊരുവിധ ഒന്നുമില്ല, വേണ്ട കാര്യങ്ങളൊക്കെ അവരിപ്പോ വേണ്ട രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അല്ല, അതൊന്നും നമുക്കറിയുന്ന കാര്യം, അതൊക്കെ അവര് വേണ്ട കർണാടകയും കേരള സർക്കാരും അവരെ കൂട്ടിട്ട് ചെയ്യും. കുടുംബത്തിന് അതിന്റെ പ്രൊസീജിയറൊക്കെ ഏതായാലും ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്ന്, ഏതായാലും ഇത്രയും വൈകിയല്ലോ, ഇത്രയും കാത്തിരുന്ന്, അപ്പം എല്ലാം അതിന്റേതായ ഫോർമാലിറ്റി നടക്കട്ടെ എന്നുള്ള രീതി.